രക്ഷകൻ ജനിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൈകളിൽ എടുത്തുകൊണ്ട് മേരി ജോസഫിനോടൊന്നിച്ച് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. പണക്കാർ ആടിനെയോ മാടപ്രാക്കളെയോ ദേവാലയത്തിൽ കാഴ്ച കൊടുക്കണമെന്നാണ് നിയമം. പക്ഷേ മേരി കൊണ്ടുപോയത് പാവങ്ങളുടെ കാഴ്ചയായ ഒരു ജോഡി ചെങ്ങാലികളെയാണ്. ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ഉടനെ സ്ത്രീകൾക്കായുള്ള സ്ഥലത്ത് മേരി കോണി കയറി ചെന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പ്രാർത്ഥിച്ചു. ഉടനെ ഒരു പുരോഹിതൻ വന്ന് അത്യുന്നതനായ ദൈവത്തിന് ബലിക്കുള്ള കാഴ്ചവസ്തുവായി ആ 2 ചെങ്ങാലികളെ മേരിയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. ശുദ്ധീകരണ കർമ്മത്തിൻ്റെ ചടങ്ങാണിത്. പിന്നീട് പുരോഹിതന്മാർക്കുള്ള പ്രത്യേക ഭാഗത്ത് വെച്ച് ഈ ചെങ്ങാലികളുടെ ചോര ബലിപീഠത്തിൽ ചൊരിയപ്പെട്ടു. സമർപ്പണ ചടങ്ങാണ് പിന്നെ ഉടനെ നടക്കുക. യഹൂദ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മൂത്ത മകൻ ദൈവത്തിനുള്ളതായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ജൂതന്മാർ ഈജിപ്ത് വിട്ട സമയത്ത് ഓരോ യഹൂദ കുടുംബത്തിലെയും മൂത്ത പുത്രനെ ദൈവം രക്ഷിക്കുകയുണ്ടായി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ആചരണമാണിത്. ഈ ചടങ്ങനുസരിച്ച് മേരി അവളുടെ കടിഞ്ഞൂൽ സന്താനത്തെ പുരോഹിതന് സമർപ്പിച്ചു. യഹൂദാചാരപ്രകാരം അദ്ദേഹം കുഞ്ഞിനെ തൻ്റെ കൈകളിൽ വാങ്ങി അനുഗ്രഹിച്ചു. കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ 5 ഷിക്കേൽ നാണയങ്ങൾ കൊടുക്കണമെന്നുണ്ട്. തിരുകുടുംബം ഇത് കൊടുത്തു. കുഞ്ഞിനെ തിരിച്ചു വാങ്ങുകയും ചെയ്തു. അക്കാലത്ത് ജെറുസലേമിൽ അതിഭക്തനായൊരു വൃദ്ധൻ ജീവിച്ചിരുന്നു, ശിമയോൻ. അരൂപിയാൽ പ്രചോദിതനായി അന്ന് അദ്ദേഹം ദേവാലയത്തിലേക്ക് ചെന്നു. മേരിയുടെ കയ്യിലെ കുഞ്ഞിനെ കണ്ട ഉടനെ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സമർപ്പണ ചടങ്ങ് കഴിഞ്ഞ് തിരുകുടുംബം തിരിച്ചു പോരാറായപ്പോഴാണ് വൃദ്ധനായ ഈ പുണ്യവാൻ ഭക്തിപൂർവം കുഞ്ഞിനെ കൈകളിൽ വാങ്ങി ഇങ്ങനെ പ്രകീർത്തിക്കാൻ തുടങ്ങിയത്: എല്ലാം ഭരിച്ച് വാണരുളുന്നോനെ, അങ്ങയുടെ ദാസനെ വാഗ്ദാനമനുസരിച്ച് സമാധാനത്തിൽ വിടകൊള്ളുവാൻ അനുവദിക്കണമേ. എന്തെന്നാൽ വിശ്വജനത്തിൻ്റെ മുമ്പാകെ അങ്ങ് ഒരുക്കിയിട്ടുള്ള പരിരക്ഷ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. വിജാതിയർക്ക് സത്യം വെളിപ്പെടുത്താനുള്ള പ്രകാശവും സ്വജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ഇതത്രേ. ഇതിനുശേഷം ശിമയോൻ മേരിയുടെ അടുക്കിലേക്ക് തിരിഞ്ഞിട്ട് തൻ്റെ പ്രവചനവാക്കുകൾ തുടർന്നു: കണ്ടാലും ഇതാ, ഈ ശിശു ഇസ്രായേലിൽ അനേകം പേരുടെ വീഴ്ചയ്ക്കും അനേകം പേരുടെ ഉയർച്ചയ്ക്കുമായി നിയുക്തനായിരിക്കുന്നു. അനേകർക്ക് ഇത് എതിർപ്പിനുള്ള ഒരു ചിഹ്നമായിരിക്കും. പലരുടെ ഹൃദയവികാരങ്ങൾ പ്രത്യക്ഷമാക്കുവാൻ ഭവതിയുടെ സ്വന്തം ആത്മാവിൽ ഒരു വാൾ കടക്കും. ശിമയോൻ്റെ ആനന്ദഗീതവും അതിനെ തുടർന്ന് അദ്ദേഹം ഉച്ചരിച്ച കടുപ്പമേറിയ പ്രവചനവാക്കുകളും കേട്ടതോടെ തൻ്റെ മകൻ്റെ പഠനങ്ങൾ മൂലം നന്മയും തിന്മയും തമ്മിലുണ്ടായേക്കാവുന്ന ശക്തമായ ഉരസലിനെപ്പറ്റി ഭയാനകമായൊരു കാഴ്ചപ്പാടാണ് മേരിക്കുണ്ടായത്. അവിടുന്ന് ദുഃഖത്തിൻ്റെ മനുഷ്യനും അവൾ ദുഃഖത്തിൻ്റെ അമ്മയുമാകാൻ പോവുകയാണ്. വാസ്തവത്തിൽ ആ സമയത്ത് മേരിയുടെ ഹൃദയം മൂർച്ചയുള്ള ഒരു വാളുകൊണ്ട് ആധ്യാത്മികമായി പിളർക്കപ്പെടുകയാണുണ്ടായത്. ശിമയോൻ ഇങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ വൃദ്ധയും പ്രവാചികയുമായൊരു സ്ത്രീ അന്ന സമീപത്തുണ്ടായിരുന്നു. അവരും തത്സമയം മറ്റുള്ളവരും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ഇസ്രായേലിൻ്റെ പരിത്രാണം ക്ഷമയോടുകൂടി പ്രതീക്ഷിച്ചിരുന്നവരോട് ഉണ്ണിയെപ്പറ്റി പ്രസ്താവിക്കുകയും ചെയ്തു.